പെരുമ്പാവൂർ ചക്കരക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും കുറേ ദിവസങ്ങളിലായി മോഷണ ശ്രമം നടക്കുന്നതായി പരാതി. കാഞ്ഞിരക്കാട് ശ്രീകുമാറിന്റെയും ESI ഡോക്ടർ നാരായണന്റെയും വീട്ടിൽ വാതിൽ പൊളിച്ച് അകത്തു കയറാൻ ശ്രമമുണ്ടായി. കമ്പിപ്പാരയും മറ്റും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ വാതിൽ പൊളിക്കുന്നത്. മറ്റേ അമ്പലം പരിസരത്തും ഒരു രണ്ടാഴ്ച കാലമായിട്ട് ഈ കള്ളന്മാരുടെ ശല്യം നിരന്തരമായിട്ട് പല വീടുകളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 3-4 വീട്ടിൽ കയറി, പിന്നെ മറ്റേ SNDP അടുത്ത് ഒരു വീട്ടിൽ കയറി, ഒരു 2 വീട്ടിൽ, അങ്ങനെ കുറേ വീടുകളിൽ നിരന്തരമായിട്ട് മോഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പോലീസ് ബന്ധപ്പെട്ട അധികാരികളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും പട്രോൾ ശക്തമാക്കണമെന്നും പോലീസിൻ്റെ അടുത്ത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കണമുണ്ട്. തരത്തിലാണ് പറയുന്നത്. പരിധിയിൽപ്പെട്ട 2 വീടുകളിൽ ഈ മാസം 9-ാം തീയതി വെളുപ്പിന് 2 മണിക്കും 2:30 മണിക്കും ഇടയ്ക്ക് മോഷണ ശ്രമം നടക്കുകയുണ്ടായി. LP സ്കൂളിന് എതിർവശമുള്ള ശ്രീകുമാറിൻ്റെ വീട്ടിലും ESIയിലെ ഡോക്ടർ നാരായണൻ്റെ വീട്ടിലുമാണ് കമ്പിപ്പാര പോലുള്ള ആയുധം ഉപയോഗിച്ച് മുൻവശത്തെ വാതിൽ പൊളിച്ച് കള്ളന്മാർ അകത്ത് കയറാൻ ശ്രമിക്കുകയുണ്ടായി. അന്നേ ദിവസം തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഈ മോഷണ ശ്രമം തടുക്കുവാൻ വേണ്ടി ഞങ്ങളൊരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും ഈ സ്ക്വാഡ് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും രാത്രികാല പട്രോളിംഗ് നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിരുന്നു. പോലീസ് 1-2 തവണ ഇവിടെ പട്രോളിങ്ങിന് എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് ഒന്നുകൂടി ശക്തമായൊരു പട്രോളിംഗ് സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. ഇതിനെ തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും സ്ക്വാഡ് രൂപീകരിക്കുകയും രാത്രി 9:30 മുതൽ രാവിലെ 5:30 വരെ 3 ഗ്രൂപ്പായി തിരിഞ്ഞ് ഈ ഭാഗങ്ങളിൽ പട്രോൾ നടത്തുന്നു. പോലീസിന്റെ സഹകരണവുമുണ്ട്. K. സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 15-ൽ പരം അംഗങ്ങളാണ് രാത്രി കാവൽ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.